सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुध हनुमान की, पवन सुध हनुमान की, तपोवन घनानंद की, तपोवन घनानंद की, तपोवन घनानंद की। ഭജനയോ അതോ പ്രഹസനമോ? നന്ദഗോവിന്ദം ഭജന ഹിറ്റായതോടുകൂടി ഒരുപാട് പേരാണ് ഈ ഒരു രംഗത്തേക്ക് വന്നിട്ടുള്ളത്. കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, അങ്ങനെ ഒത്തിരി പേര് ഇപ്പൊ ഭജനയുമായിട്ട് എത്തിയിട്ടുണ്ട്. ഭക്തിയോടുകൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് ഭജന. നന്ദഗോവിന്ദ ഭജനയുടെ ആ ഒരു ഭജനയൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നമ്മൾ അറിയാതെ നമ്മളതിൽ ലയിച്ചിരുന്നു പോകും. അത്രയ്ക്ക് രസമായിട്ടാണ്, അത്രയ്ക്ക് ഭക്തിയോടുകൂടിയാണ് അവർ ആ ഭജന ചൊല്ലുന്നത്. सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुध हनुमान की, पवन सुध हनुमान की, तपोवन घनानंद की, तपोवन घनानंद की। അപ്പൊ ഈ പെൺകുട്ടികളുടെ ഭജന കണ്ടു കഴിഞ്ഞാൽ ഇത് ഭജനയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അമ്മാതിരി ക്യൂട്ട്നെസ് വാരി വിതറി സ്റ്റേജിൽ കയറിയിരുന്ന് പട്ടി ഷോ കാണിക്കുകയാണ്. ഒരു വരി പാടും, ചിരിക്കും, പിന്നെയും ഒരു വരി പാടും, ചിരിക്കും. എന്താണ് ഇവരുദ്ദേശിക്കുന്നത്? ഇവരുദ്ദേശിക്കുന്നത് ഭജന തന്നെയാണോ? അപ്പൊ കൊച്ചുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത് ഭജനയല്ല, വല്ല ഗാനമേള ചെയ്യുന്നതാണ്. ഈ ഭജന എന്ന് പറയുന്നത് ഭക്തിയോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒരു വിചാരമുണ്ട്, ആവശ്യമില്ലാത്ത ക്യൂട്ട്നെസ് ഒക്കെ വാരി വിതറി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർക്ക് രസമായിരിക്കും, ആൾക്കാർക്ക് ഇഷ്ടമായിരിക്കും, ഇതുപോലെ കുറച്ച് പട്ടി ഷോയൊക്കെ കാണിച്ചാൽ അതവിടെ വിജയിച്ചു, ആൾക്കാരെ രസിപ്പിക്കാൻ പറ്റും എന്നൊക്കെ. പക്ഷെ അങ്ങനൊന്നും അല്ല മക്കളെ. ഈ ക്യൂട്ട്നെസ് വാരി വിതറുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ പട്ടി ഷോ കാണിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് അതൊരു രസമല്ല, അതൊരു അരോചകമായിട്ടാണ് തോന്നുന്നത്. പിന്നെ നിങ്ങളെ വിളിച്ച സംഘാടകർ ഇത് പറയുന്നില്ലെന്നേ ഉള്ളൂ. വിളിച്ചു വരുത്തി ആക്ഷേപിക്കണ്ട എന്ന് കരുതിയിട്ടായിരിക്കും അവർ മിണ്ടാത്തത്. പക്ഷെ ഇത് ജനങ്ങളിലേക്ക് എത്തിയപ്പോൾ ഭക്തിയുള്ള ഭക്തജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി. നന്ദഗോവിന്ദം അവരുടെ ഭജന നമുക്കൊന്ന് കാണാം. सियापति रामचंद्र की, राधापति कृष्णचंद्र की, गौरीपति चंद्रचूड़ की, पवन सुध हनुमान की, पवन सुध हनुमान की, तपोवन घनानंद की, तपोवन घनानंद की, तपोवन घनानंद की। എത്ര രസമായിട്ടാണ്, എത്ര ഭക്തിയോടുകൂടിയാണ് അവർ ആ ഭജന ചൊല്ലുന്നത്. ആരായാലും മതി മറന്ന് ലയിച്ച് ഇരുന്നു പോകും. അത്രയ്ക്ക് ഭക്തിയുണ്ട് അവരുടെ ആ ഒരു ഭജന കേൾക്കാനായിട്ട്. മറ്റു മതക്കാരാണ് ഈ ഒരു ഭജന കേൾക്കുന്നെങ്കിൽ പോലും അവർ പോലും അറിയാതെ ലയിച്ചിരുന്നു പോകും. നന്ദഗോവിന്ദ ഭജനയ്ക്ക് ഹിന്ദുക്കൾ മാത്രമല്ല മറ്റു മതസ്ഥരും ഫാൻസ് ആയിട്ടുണ്ട്. ഒരുപാട് പേര്, അന്യമതസ്ഥരായിട്ടുള്ള ഒരുപാട് പേര് ഈ നന്ദഗോവിന്ദ ഭജന കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. അത്രയധികം ഹൃദയങ്ങളെ പിടിച്ചടക്കാൻ, ഹൃദയത്തിൽ സ്ഥാനം കൈപ്പറ്റാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഈ കൊച്ചുങ്ങൾ എന്തുവാ കാണിക്കുന്നത്? ഇതിനെ നശിപ്പിക്കുകയാണ്. പള്ളിക്കെട്ടും പിന്നെന്തിനാ ഒരു ചിരി? അങ്ങ് പാടിയാ പോരെ, ഏറ്റു പാടിക്കോളുമല്ലോ. നിങ്ങൾ ഭജന ചെല്ലുമ്പോൾ അത് കാണാനിരിക്കുന്ന ആൾക്കാരുടെ ഹൃദയത്തിൽ തട്ടിയാൽ അവരറിയാതെ അത് അവരെ ഏറ്റു പാടും. ഇത് ഒരു വരി പാടിയിട്ട് ചിരിക്കുകയാണ്. അപ്പം തന്നെ അവിടുത്തെ ആ ഭക്തി പോയി. ഇത് കാണാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്ന ആൾക്കാരുടെ രസം പോയി. ഇവരിങ്ങനെ പാടുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഗാനമേളയ്ക്ക് ഈ ട്രയൽ കൊടുക്കുമല്ലോ, അപ്പം അതാണ് ഗാനമേളയായിട്ട് പോലും നമുക്ക് തോന്നത്തില്ല. കാരണം ഗാനമേളയാണെങ്കിലും അതിന് അതിൻ്റെതായ ഒരു രസമുണ്ട്, അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. ഇത് ട്രയൽ ചെയ്യുമ്പോൾ കാണിക്കുന്നത്, ഇവർ ട്രയൽ ചെയ്യാതെയാണോ ഈ വരുന്നത്? ട്രയൽ ചെയ്യുമ്പോൾ ഇരുന്ന് കിടന്ന് ചിരിക്കുന്ന പോലെ അത്രയും ജനങ്ങളെ മുന്നിലിരുത്തി കോപ്രായം കാണിക്കുകയാണ്. ഇതിനെയൊന്നും നമുക്ക് ഭക്തിയായിട്ടോ ഭജനയായിട്ടോ കണക്കാക്കാൻ പറ്റത്തില്ല. ഞാനിത് നേരത്തെ കണ്ടതാ, അപ്പം ഞാൻ പ്രതികരിക്കാഞ്ഞതാ, റിയാക്ട് ചെയ്യാഞ്ഞതാ. കാരണം നമ്മൾ പറയുമ്പോൾ അത് വേറെ തലത്തിലേക്ക് പോകും, കളിയാക്കി എന്നൊക്കെ ഉള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ട് വിട്ട് കളഞ്ഞതാ.
പക്ഷെ ഇപ്പോൾ ഒരുപാട് പേര് ഇതെടുത്ത് റിയാക്ട് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വിഷയം എടുത്തത്. ഇനി എന്ത് കാര്യമാണെന്ന് പറഞ്ഞാലും ഇപ്പം ഏത് ജോലിയായാലും, ഇപ്പം റിയാക്ഷൻ ആയിക്കോട്ടെ, ഭജന ആയിക്കോട്ടെ, ഗാനമേള ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് 100% നമ്മൾ ആത്മാർത്ഥതയോടുകൂടി ചെയ്യുക. 1% പോലും ആത്മാർത്ഥതയില്ലാതെ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി കാണിക്കാൻ പോകുന്നവരാണ് ഈ കാണിച്ചു കൂട്ടുന്നത്. ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോട് ഞാനൊരു ആത്മാർത്ഥത കാണിക്കണം. വെറുതെ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഭജനയാണേലും ഗാനമേളയാണേലും ഇനി നാടകമാണേലും സിനിമയാണേലും സീരിയലാണേലും ഒക്കെ നമ്മളൊരു രംഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ ഒരു ജോലി ഏറ്റെടുക്കുമ്പോൾ അതിനോട് നമ്മൾ 100% നമ്മൾ നീതി പുലർത്തുക, സത്യസന്ധമായിട്ട് ചെയ്യുക. ഈ കൊച്ചുങ്ങൾ ഇത് കാണുമ്പോൾ എത്ര കഴിവുള്ള കുട്ടികളാണ് ആ സ്റ്റേജിൽ കയറി ഈ കോപ്രായങ്ങൾ കാണിക്കുന്നത്. ഈ ട്രെൻഡിനൊപ്പം ആണല്ലോ ഇപ്പം എല്ലാവരും. ഭജന ഒരു ട്രെൻഡിനൊപ്പം കൊണ്ടുപോകേണ്ട കാര്യമല്ല. ഭജന ചൊല്ലുമ്പോൾ അവിടെ ഒരു പോസിറ്റീവ് നിലനിർത്തണം, പോസിറ്റീവ് നിറയണം. ഭജന ചൊല്ലുമ്പോൾ ആ ഒരു സദസ്സിൽ നിറയേണ്ടത് പോസിറ്റീവാണ്. നിങ്ങളുടെ ഇത് കാണുമ്പോൾ നിങ്ങളുടെ ഈ ഭജന കേൾക്കാൻ വന്നിരിക്കുന്നവരിൽ നെഗറ്റീവാണ് കൂടുതൽ ഉണ്ടാവുന്നത്, അല്ലാതെ അവിടെ പോസിറ്റീവ് അല്ല. ഭജന ട്രെൻഡല്ല, അതൊരു ഫക്തിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പറയുക. അതുപോലെ തന്നെ ഇതൊരു മറ്റു തലത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടരുത്, കാരണം ഞാൻ പറഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മറ്റൊരു രീതിയിലേക്ക് വ്യാഖ്യാനിക്കപ്പെടരുത്. അപ്പോൾ ഏത് മതമാണേലും ഒരു വിശ്വാസമുണ്ട്, ഒരു പവിത്രതയുണ്ട്, അത് നശിപ്പിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ അഭിപ്രായം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ചേട്ടാ.